എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഒന്ന് വീട് വരെ പോണോ ഇനി? ആ, അത് നന്നായി. പോകുമ്പോ ഏട്ടത്തിയുടെ അച്ഛനെ അമ്മയൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് കാര്യങ്ങള്? ഒന്നും അറിയാത്ത പോലെ എന്താ ഏട്ടത്തി സംസാരിക്കുന്നേ? എന്റെ ഡിവോഴ്സ് കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ എന്റെ നന്ദുന്റെ ഇടയിലുള്ള തടസ്സം നവീനാ. എടാ, കോടതിയിൽ നിന്നെ രക്ഷിച്ചവനാ നവീൻ. അതുകൊണ്ട് മുത്തച്ഛനൊക്കെ ഈ വിഷയത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയില്. കുറച്ചു മുമ്പ് നവീന്റെ മുത്തച്ഛനെ വിളിച്ചിട്ട് മുത്തച്ഛൻ അഭിനന്ദനങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നവീന്റെ മുത്തച്ഛൻ നവീന്റെ കല്യാണക്കാരി എടുത്തിട്ടു. എന്നിട്ട് നന്ദുനും പെണ്ണാലോചിച്ച കാര്യം അവന്റെ മുത്തച്ഛൻ അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ല. അവന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നും അവന്റെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് അത് ആരാണെന്ന് പറയാത്തതെന്നാ പറയുന്നത്. ആരായാലും നവീൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവന്റെ മുത്തച്ഛൻ തയ്യാറാ. ആകെ രക്ഷ അവന്റെ അമ്മയാ. ആ അമ്മ കൂടി അനുകൂലിച്ച ഞാൻ പെട്ടത് തന്നെ. സത്യം പറഞ്ഞ ഇന്ന് കോടതിയിൽ കേസ് തോറ്റാ മതിയായിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊന്നും കൊണ്ടല്ല ഏട്ടാ, അവൻ ഈ കേസ് ജയിച്ചതുകൊണ്ട് അവൻ ഹീറോയും ഞാൻ സീറോയും ആയി. നവീൻ കോടതിയിൽ നെറികേട് കാണിക്കില്ലെന്ന് നന്ദു എന്നോട് ബെറ്റ് കെട്ടിയതാ. എന്നാ അവസാന നിമിഷം വരെ എനിക്ക് സംശയമായിരുന്നു. പക്ഷേ ഗംഭീര പെർഫോമൻസാ അവൻ നടത്തിയത്. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ്. അത് നന്ദുവിനെ ആകെ ഒലിച്ചിരിക്കുക. അവൾക്കിപ്പോ നവീനെ ഇഷ്ടമായി തുടങ്ങിയോ? ഏയ്, അങ്ങനൊന്നുമില്ല. അവൾ ആദ്യമായിട്ട് സ്നേഹിച്ചത് എന്നെയാ. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരെന്ത് ഹീറോയിസം കാണിച്ചാലും അവരെയൊന്നും അവൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ അനിയെ ഇഷ്ടാണെന്ന് അവള് പറഞ്ഞോ? അനിയെ വിവാഹം കഴിക്കാന്ന് അവള് സമ്മതിച്ചോ? അതൊക്കെ പറയാതെ തന്നെ അവൾ എത്ര വട്ടം പറഞ്ഞല്ലേ ഏട്ടത്തി. അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തി ഒന്ന് അറിയാൻ ശ്രമിക്കണം. അവളുടെ മനസ്സിൽ അനിയോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയില്ല. അതുകൊണ്ട് അനി പറയുന്നത് പോലെ എടുത്തടിച്ച രീതിയിൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് മാത്രല്ല, ഇന്ന് കോടതിയിലേക്ക് നവീനും നന്ദുവും ഒരുമിച്ചല്ലേ വന്നത്? അതെ. നവീൻ എന്റെ വീട്ടിൽ പോയി നന്ദുവിനെയും കൂട്ടിയാ വന്നത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവന്റെ ഹീറോയിസം ഒന്നുകൂടി നന്ദുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അവനവന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തതല്ലേ. ഇനിയിപ്പോ ഒരു സുഹൃത്തെന്ന രീതിയിൽ നീ അവനോട് ഫേവറായിട്ട് നിൽക്കുന്നതന്നെയാ നല്ലത്. എന്ത് ഫേവർ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടി എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന പെൺകുട്ടിയെ വിട്ടുകൊടുത്തിട്ട് ഒരു ഫേവറും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ നവീൻ എങ്ങാനും അബദ്ധത്തിൽ നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഇവന്റെ അവസ്ഥ എന്താവെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവനൊരു നല്ല ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. നല്ലൊരു കവി ആവാനേ പറ്റൂ. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നിന്റെ അച്ഛനോടും അമ്മയോടും നീ പറഞ്ഞ പോലെ എടുത്തടിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സംസാരത്തിനിടയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ടും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ആദർശേട്ടാ. എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോവല്ലേ. എന്താ അവരുടെ നീക്കമെന്നറിയാലോ. അവൻ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട തടസ്സമുണ്ട്, നവീന്റെ അമ്മ. ആന്റിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അത്രയ്ക്ക് നന്ദുവിനെ അവർക്ക് ഇഷ്ടമല്ല. അതിപ്പോഴെന്നല്ല, നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ അമ്മയോട് പറയുമായിരുന്നു, പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ദേഹത്ത് കൈവെക്കുന്നവരായിട്ട് വളർത്തരുതെന്ന്. എന്നുവെച്ചാ ക്യാമ്പസിലൊക്കെ അവൾ ഒരുപാട് തല്ലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ ആന്റിക്ക് അറിയാം. നവീന്റെ മനസ്സിലുള്ളത് നന്ദുവാണെന്നറിയുമ്പോഴും ആ രീതി തന്നെ അവർ ഉറച്ചു നിൽക്കട്ടെ. അപ്പൊ പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അനിയൻ നന്ദുവിനെ ഒന്നിപ്പിക്കാം. അപ്പോഴും ഇവിടെ ഒരു തടസ്സമുണ്ട്. അനിയുടെ അമ്മ പോരാത്തതിന് ഇപ്പൊ ഇളയച്ചനും കൂടി അവരൊന്നിക്കുന്നതിനോട് തീരെ താല്പര്യമൊന്നുമില്ല. അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇന്നലെ വരെ എല്ലാത്തിനെയും അനുകൂലിച്ച് നടന്നിരുന്ന ഇളയച്ചൻ ആ നാഗേന്ദ്രൻ വന്നതിന് ശേഷം പാടെ മാറിയിരിക്കുക. അതിനും എന്തായാലും വ്യക്തമായൊരു കാരണം കാണും. അത് കണ്ടെത്തിയേ പറ്റൂ. നീ വാ.